ഹലോ ഫ്രണ്ട്സ്, എല്ലാ കലാപ്രേമികൾക്കും സ്മാർട്ട് ക്രിയേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് സിംഗിളായിട്ടുള്ള ഒബ്ജക്റ്റുകൾ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതും അതിൻ്റെ നിയമങ്ങളുമാണ്. അപ്പോൾ നോക്കി വരയ്ക്കേണ്ട കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ, ഡ്രോയിങ് പഠിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ വസ്തുക്കൾ തന്നെ നോക്കി വരയ്ക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. എല്ലാം എങ്ങനെ നോക്കി വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണ നിങ്ങൾ ഒരു ഡ്രോയിങ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രോയിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകൻ വരച്ചു തരുന്ന ഏതെങ്കിലും ഒരു പിക്ചറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയോ നിങ്ങൾ നോക്കി വരച്ചാണ് സാധാരണ പഠിക്കുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് യഥാർത്ഥ വസ്തുക്കൾ നമ്മൾ നോക്കി വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾക്ക് ഈ വസ്തുവിനെ ശരിക്കും ഒബ്സർവ് ചെയ്ത് ആ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട്, അത് നമ്മുടെ തലച്ചോറിൽ ശരിക്കും ഫീഡ് ചെയ്യുന്നതിന് യഥാർത്ഥ വസ്തുക്കൾ നോക്കി വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ യഥാർത്ഥ വസ്തുക്കൾ നോക്കി വരയ്ക്കുന്നതിന് സംബന്ധിച്ച് മോഡൽ സ്റ്റഡി എന്നാണ് ശരിക്കും സാധാരണ പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് സിംഗിൾ ഒബ്ജക്റ്റുകളല്ല, ഈ സിംഗിൾ ഒബ്ജക്റ്റുകളെല്ലാം കൂടി ഗ്രൂപ്പായി എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. അത് സാധാരണ അതിന് പറയുന്നത് മാൻമെയ്ഡ് ഒബ്ജക്റ്റ് ഡ്രോയിങ് അല്ലെങ്കിൽ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, സ്റ്റിൽ ലൈഫ് ഡ്രോയിങ് അഥവാ മാൻമെയ്ഡ് ഡ്രോയിങ് വരയ്ക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മൾ ഈ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ് അഥവാ മാൻമെയ്ഡ് ഒബ്ജക്റ്റ് ഡ്രോയിങ് വരയ്ക്കാനുള്ള ഒരു മോഡൽ ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. സാധാരണ ഈ സ്റ്റിൽ ലൈഫ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ക്ലിയറായി മനസ്സിലാകും. മാൻമെയ്ഡ് ഒബ്ജക്റ്റ് മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ, അല്ലെങ്കിൽ സ്റ്റിൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ്, അതേപോലെ ഫ്രൂട്ട്സ്, അങ്ങനെ അത്തരം ഐറ്റംസും മാൻമെയ്ഡ് ഒബ്ജക്റ്റുകളായിട്ടുള്ള നിർമ്മിതമായ, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് ഒരു മോഡൽ പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വരയ്ക്കുന്ന ഇതാണ് മാൻമെയ്ഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ്. സ്റ്റിൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ മാൻമെയ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചിത്രകലയിൽ പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്. ഈ കോഴ്സുകളിൽ ഒരു പ്രധാന സബ്ജക്റ്റാണ് മാൻമെയ്ഡ് ഒബ്ജക്റ്റ് അഥവാ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ്. അത് കോഴ്സുകളെയൊക്കെ കുറിച്ച് വിശദമായി പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റിൽ ലൈഫ് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതും അത് വരയ്ക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഒരു സ്റ്റിൽ ലൈഫ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു സാധാരണ നമ്മൾ മോഡൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈറ്റിൻ്റെ നേരെ വരുന്ന രീതിയിലായിരിക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ടേബിൾ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ക്ലോത്ത്, ഇവിടെ ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രേ കളറാണ്. പക്ഷേ നമ്മൾ കളർ വർക്കുകൾ ചെയ്യുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ക്ലോത്തുകൾ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വസ്തുക്കളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ ഇങ്ങനെ വളരെ ഭംഗിയായി പല രീതിയിലും നമുക്കിത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം ഇവിടെ നമുക്ക് ഈ പുറകിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ വച്ചിരിക്കുന്ന ക്ലോത്ത് പുറകിലേക്കും വച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു 3 വശത്തു നിന്നുള്ള വ്യൂവിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ വർക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഒരു ഫ്രെയിമിൽ ആ പിക്ചർ വരുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു വർക്കായിട്ട് നമുക്കത് റൺ ചെയ്യാം. സാധാരണ കളർ ചെയ്യുമ്പോൾ ഇത് കളർ ക്ലോത്ത് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതേപോലുള്ള ഈ ചുളിവുകൾ അതൊക്കെ നമ്മൾ ഡ്രോയിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ ഈ മോഡൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു പേപ്പറിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ നമ്മൾ മറ്റുള്ള ആർട്ടുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, മ്യൂസിക്കോ ഡാൻസോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലറിയാമല്ലോ, അതിലാണ് കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ ആ കവിത അത് വളരെ മനോഹരമായ ഒരു മ്യൂസിക്കാക്കി മാറ്റുന്നതാണ് അവരുടെ കമ്പോസിങ്. അതേപോലെ തന്നെ ഡാൻസ് അറിയാവുന്നൊരു വ്യക്തിക്ക് ഒരു മ്യൂസിക് കിട്ടിക്കഴിഞ്ഞാൽ ആ മ്യൂസിക്കിനനുസരിച്ച് എങ്ങനെ ഒരു നൃത്തം രൂപം ഉണ്ടാക്കാമെന്നുള്ളത്, അതാണ് അവരുടെ ഒരു കമ്പോസിങ്. അപ്പോൾ ചിത്രകലയിൽ കോമ്പോസിഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളെടുക്കുന്ന പേപ്പറിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെ പ്രാധാന്യപ്പെടുത്തി അത് ടൈറ്റായിട്ട് വരയ്ക്കുക. ഇവിടെ നമ്മൾ സ്റ്റിൽ ലൈഫാണ് വരയ്ക്കുന്നത്. സ്റ്റിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ കാണുന്ന ഒബ്ജക്റ്റുകളാണ് പ്രധാനം. ആ ചിത്രത്തിൽ പ്രധാനപ്പെട്ട വസ്തുക്കൾ അതാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റുകൾ മാക്സിമം ടൈറ്റ് ചെയ്ത് ഫ്രെയിമിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ കാണാവുന്നതാണ്.
ആ പിക്ചറിൽ വരുന്നത് പോലെ ടൈറ്റ് ചെയ്ത് ചെയ്യുക. അത് വരയ്ക്കാതിരിക്കണം എന്നുള്ളത് അടുത്തൊരു പിക്ചർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് സാധാരണ ചിലർ ബിഗിനേഴ്സ് നമ്മൾ തുടക്കത്തിൽ വരയ്ക്കുമ്പോൾ അത് വളരെ വൈഡായിട്ട് ഇപ്പോൾ മറ്റുള്ള ഭാഗങ്ങളും എല്ലാം വരുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കും. ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതേപോലുള്ള ഒരു വൈഡായിട്ടുള്ളൊരു ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് സാരമില്ല. പരമാവധി ഇത് നിങ്ങൾ ഒരു പിക്ചറുകളൊന്നും വരച്ച് നിങ്ങൾ നിർത്തരുത് ഒരിക്കലും. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി ഇതിൽ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തുടക്കത്തിൽ വരയ്ക്കുമ്പോൾ നമ്മൾ വൈഡായി പോകുകയാണെങ്കിലും വീണ്ടും വരച്ച് അത് നമ്മൾ ഒരു ടൈറ്റുള്ള ഫ്രെയിമിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുക. അത് ഫൈനൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഒരുപാട് പിക്ചറുകൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ തെറ്റുകൾ തിരുത്തി നമുക്ക് വീണ്ടും അതിൻ്റെ കറക്ഷൻ ചെയ്ത് പെർഫെക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ് അഥവാ മാൻമെയ്ഡ് ഡ്രോയിങ് വരയ്ക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ സെൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വസ്തുക്കളെ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിലും കൂടുതൽ ഫ്രൂട്ട്സ് പലതരത്തിലുണ്ട്. ഇതേപോലെ ഇപ്പോൾ പുറകിൽ കാണുന്ന ഈ ജഗ് പോലുള്ള പല ഷേപ്പായിട്ടുള്ള പലതരത്തിലുള്ള പാത്രങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അതായത് പഴയ പാത്രങ്ങൾ, അത്തരം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പിക്ചറുകൾക്ക് സാധാരണ ഇത് ഒരു വർക്ക് സ്റ്റഡി വർക്ക് എന്നല്ലാതെ അതിലുപരിയായി നല്ലൊരു വർക്ക് ഓഫ് ആർട്ടായിട്ട് നമ്മളിത് നല്ലൊരു കളർഫുള്ളായ ഓയിൽ പെയിൻറ്റിലോ വാട്ടർ കളറിലോ ഒക്കെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്രെയിം ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണത്. അത് കളർഫുള്ളാക്കി മാറ്റുകയാണെങ്കിൽ വളരെ മനോഹരമായി നമുക്കത് എവിടെയെങ്കിലുമൊക്കെ ഫ്രെയിം ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സെൻസ് അനുസരിച്ച് ഇതിപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സെൻസ് അനുസരിച്ച് പല രീതിയിലും പല സംഭവങ്ങളും കൊണ്ടുവന്ന് അത് വളരെ മനോഹരമായ രീതിയിൽ മോഡലുകൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ നിങ്ങളിത് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നേരെ ഇതിപ്പോൾ ഒരു വ്യൂ, ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന ഒരു ഫ്രണ്ട് വ്യൂ മാത്രമല്ലാതെ പല വ്യൂവിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ പല വ്യൂവിൽ നിന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.